പ്രബീർ പ്രക്കാസ്തയുടെ ന്യൂസ് ക്ലിക്ക് ഒരുപാട് പേർക്ക് പരിചിതമായിട്ടുള്ള ഒരു വാർത്താ പോർട്ടൽ ആയിരിക്കണമെന്നില്ല. വളരെ ചെറിയ ഒരു വാർത്താ പോർട്ടലായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ന്യൂസ് ക്ലിക്കിനെ ഭയപ്പെട്ടു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കർഷക പ്രക്ഷോഭം, പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭം, അതുപോലെ കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ അവലംബിച്ച സമീപനങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ, ഇതൊക്കെ കൊണ്ട് ന്യൂസ് ക്ലിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്താ ശൈലി സ്വീകരിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഡൽഹി പോലീസും ഉറപ്പിച്ചു, ഇനി പ്രബീർ പുർക്കായസ്തയെയും ന്യൂസ് ക്ലിക്കിനെയും മുമ്പോട്ട് പോകാൻ സമ്മതിക്കാൻ പാടില്ല. പ്രബീർ പുർക്കായസ്തയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു 7 മാസം. എന്തായിരുന്നു പ്രബീറിനെതിരെയുള്ള ആരോപണം, കേസ്? പ്രബീറിന്റെ സ്ഥാപനത്തിലേക്ക് വന്ന നിക്ഷേപം അമേരിക്കയിൽ നിന്നാണെങ്കിൽ പോലും ആ നിക്ഷേപത്തിന് ഒരു ചൈന ബന്ധമുണ്ട്. അങ്ങനെ ചൈനയുടെ ഒരു ഇടപെടലാണ് ന്യൂസ് ക്ലിക്ക് എന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി അതെടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. ഈ ആരോപണങ്ങളൊക്കെ ദുരാരോപണങ്ങൾ മാത്രമാണെന്ന് ഡൽഹി ഹൈക്കോടതി വിധിച്ചു എന്ന് മാത്രമല്ല, സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ കടക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് എന്നും കൂടി ഡൽഹി ഹൈക്കോടതി വിധിയെഴുതി. പ്രബീർ പുർക്കായസ്തയ്ക്ക് ദീർഘകാലത്തെ പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. പ്രബീർ അടിയന്തരാവസ്ഥക്കാലത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. അന്ന് സഞ്ജയ് ഗാന്ധിയുടെ രോഷത്തിനിരയായ ആളാണ് പ്രബീർ പുർക്കായസ്ത. അന്ന് മനേക ഗാന്ധി, സഞ്ജയ് ഗാന്ധി വിവാഹം കഴിച്ച മനേക ഗാന്ധി JNUവിലെ വിദ്യാർത്ഥിയാണ്. പഠിപ്പ് മുടക്കിയ സമയത്ത് മനേക ഗാന്ധി ക്ലാസ്സിൽ ഇരിക്കാൻ അവർക്ക് വിഷമമുണ്ടായി എന്ന് പറഞ്ഞ് അവർ പോയി പരാതിപ്പെട്ടപ്പോൾ സഞ്ജയ് ഗാന്ധി പോലീസിനെ JNU ക്യാമ്പസിലേക്ക് അയച്ചു. DP ത്രിപാഠി എന്ന JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനാണ് പോയതെങ്കിൽ പോലും ഡൽഹി പോലീസ് ആദ്യം കണ്ടത് പ്രബീറിനെയാണ്. പ്രബീറിനെ കണ്ടപ്പോൾ അത് DP ത്രിപാഠിയാണെന്ന് തെറ്റിദ്ധരിച്ച് പാപം പ്രബീറിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് തീഹാറിൽ അടച്ചു. 1 വർഷമാണ് പ്രബീർ പുർക്കായസ്ത ജയിലിൽ കഴിഞ്ഞത്, കള്ളക്കേസ്. അതുപോലെ തന്നെ ഒരു കള്ളക്കേസാണ് BJP പ്രബീറിനെതിരെ ചുമത്തിയത്. യഥാർത്ഥത്തില് മുഖ്യധാര മാധ്യമങ്ങൾ മറയിടാൻ ശ്രമിക്കുന്ന വാർത്താ മുഹൂർത്തങ്ങളെ ജനസമക്ഷം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ഒറ്റ കുറ്റത്തിനാണ് പ്രബീറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടി. ഇതിൽ ഒരുപാട് പ്രതലങ്ങളുണ്ട്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വെള്ളപൂശാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിൽ ശ്രമിക്കുമ്പോൾ ED എന്താണ്, EDയുടെ കയ്യിലിരിപ്പ് എന്താണ്, ED ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ അതിശക്തമായി ഉയർന്നു വരികയാണ്. നേരത്തെ കേജ്രിവാളുമായി ബന്ധപ്പെട്ട ഡൽഹി എക്സൈസ് കേസ് ഇതുപോലെ ഡൽഹി ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടിരുന്നു. അവർ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിരുന്നു. ആ മൊത്തം കുറ്റപത്രം, ആരോപണം എന്ന് പറയുന്നത് നിർമ്മിതിയാണ്, ഭാവനയിൽ മെനഞ്ഞതാണ് എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു. അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള നിലപാടാണ് ഡൽഹി ഹൈക്കോടതി പ്രബീറിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഏറെക്കുറെ 8851 കേസുകൾ ചുമത്തി. എത്രയോ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ ഒരു തട്ടിപ്പുണ്ട്. ഇവർ അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. കുറച്ച് കേസുകൾ മാത്രം കോടതിയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുവരും. എന്നിട്ട് പറയും ഞങ്ങളുടെ കൺവിക്ഷൻ റേറ്റ് വളരെയധികമാണെന്ന്. യഥാർത്ഥത്തിൽ 1% താഴെയാണ് ഇവരെടുത്ത കേസുകൾ വെച്ച് നോക്കുമ്പോൾ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ന്യൂസ് ക്ലിക്ക് കേസ്, പ്രബീർ പുർക്കായസ്ത, ഇതൊക്കെ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ താഴേക്ക് കൂപ്പുകുത്തുന്നത് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. 180 രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 157ആണ്. കഴിഞ്ഞ 12 വർഷമായി ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത ഭരണാധികാരിയെ മദർ ഓഫ് ഡെമോക്രസിയായ ഇന്ത്യയുടെ ഭരണാധികാരിയായി വാഴ്ത്തുന്ന നമ്മുടെ മാധ്യമങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രബീറിനെ പോലെ, ന്യൂസ് ക്ലിക്കിനെ പോലുള്ള കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിർഭയമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇത്തിരി നുറുങ്ങുവട്ടം തെളിക്കുന്നത് എന്നുള്ളത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചൈന എന്തോ വലിയ അപകടം പിടിച്ച സംഭവമാണെന്നുള്ളൊരു പ്രതീതി BJP ഗവൺമെന്റ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഇടതുപക്ഷക്കാരെയൊക്കെ നിങ്ങൾ ചൈന പക്ഷക്കാരാണെന്ന് ഒരു മുദ്രകുത്താൻ ശ്രമിച്ചു. ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. In the history of India, never before
such an import has happened from China. The import from China doubled. The trade deficit between China and India doubled. Now the dispute, sir, the dispute there, you know what is the dispute? Do you want import from China? Do you want money from China? ये इन्वेस्टमेंट चाहिए और इंपोर्ट चाहिए. अरे आपस में डिस्कस करके आप सोच लीजिए क्या चाहिए, बता दीजिए. You are the biggest pro-China government ever seen in this country, I can tell you that. But you put journalists behind the bar saying that they are pro-China. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ചൈന പക്ഷമെന്ന വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ നരേന്ദ്രമോദിയുടെയാണ്. ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം കുതിച്ചുയർന്നു. വ്യാപാര ബന്ധം എന്ന് പറയാൻ പറ്റില്ല. ചൈനയുടെ മോഡലുള്ള ആശ്രിതത്വം, ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഇരട്ടിയായി. ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള വ്യാപാര കമ്മി 10 മടങ്ങായി മാറി. പക്ഷേ പ്രബീർ പുർക്കായസ്തെ പോലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ചൈന ലേബല് അവര് കൊണ്ടുവരും. നോക്കുക, കാപട്യം എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ ഇവർ പറഞ്ഞു ചൈനയിൽ നിന്നുള്ള നിക്ഷേപം നമുക്ക് ഗുണകരമല്ല എന്ന്. 2 വർഷം കഴിഞ്ഞു, മലക്കം മറിഞ്ഞു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, സാമ്പത്തിക സർവേയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ചൈനയിൽ നിന്നുള്ള നിക്ഷേപം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് ഈ പ്രബീറിനെ പോലുള്ള നിരപരാധികളെ, നിഷ്കളങ്കരെ ഇവർ ജയിലിലടച്ചത്? ഇവരുടെ ഇതുപോലുള്ള കാടൻ നടപടികൾക്കെതിരെ രോഷമുയരേണ്ടതില്ലേ? പ്രബീർ പുർക്കായസ്തെക്കൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട വേറൊരു പേരുണ്ട്, പ്രണോയ് റോയി എന്ന് പറയുന്ന ഒരാളെ. NDTVയെ റാഞ്ചാൻ വേണ്ടി ഇതുപോലെ പ്രണോയ് റോയിക്കെതിരെ ഇവർ കേസെടുത്തു. 7 വർഷം അന്വേഷിച്ചു. അതിനിടയിൽ പ്രണോയ് റോയി സഹികെട്ട് തന്റെ സ്ഥാപനം അദാനിക്ക് അടിയറ വെച്ചു. പ്രണോയ് റോയി അവിടെ നിന്ന് പിന്മാറിയ ശേഷം എന്ത് സംഭവിച്ചു? 7 വർഷത്തെ അന്വേഷണത്തിൽ ഒരു ചുക്കും കിട്ടാതെ CBI പോയി കോടതിയിൽ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒരു തെളിവുമില്ല. അപ്പോൾ എന്തിനായിരുന്നു ഈ പ്രണോയ് റോയി എന്നുള്ള ഒരു മാധ്യമപ്രവർത്തകനെ, ഇന്ത്യയിൽ ഏറ്റവും തിളക്കമുള്ള ഒരു മാധ്യമപ്രവർത്തകനെ ഇവർ 7 വർഷം വേട്ടയാടിയത്? എന്തിനായിരുന്നു NDTV എന്നുള്ളൊരു സ്ഥാപനത്തെ റാഞ്ചാൻ വേണ്ടി അദാനിക്ക് കളമൊരുക്കിയത്? ഇതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമ വേട്ട എന്ന് പറയുന്നത് കേവലം മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യൽ മാത്രമല്ല, തങ്ങളുടെ ചെങ്കാത്ത മുതലാളിമാരിലേക്ക് മാധ്യമങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ഒരു പ്രക്രിയയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക.